പ്രിയങ്കരിയാണ് തൃഷ കൃഷ്ണൻ. 20 വർഷത്തിന് മുകളിലായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി. ഇടയ്ക്ക് കരിയറിലെ ശോഭ മങ്ങിയെങ്കിലും മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷമാണ് നടി വീണ്ടും സിനിമയിൽ തിളങ്ങാൻ തുടങ്ങിയത്. 41-ാം വയസ്സിലും 20-കാരിയെ പോലിരിക്കുന്ന തൃഷ ഇതുവരെയും വിവാഹം ചെയ്തിട്ടില്ല. തൃഷ എന്ന പേര് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലതരം വിവാദങ്ങളിലൂടെ ചർച്ചാ വിഷയമായിരുന്നു. വിജയ് തൃഷ പ്രണയത്തെക്കുറിച്ചും വിജയ് സംഗീത ബന്ധത്തിലെ വിള്ളലുകളെ കുറിച്ചുമെല്ലാം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു തെലുങ്കു ആക്ടറുമായി തൃഷ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നത്. ചെന്നൈയിൽ ജനിച്ചു വളർന്ന തൃഷയ്ക്ക് ചെറുപ്പം മുതൽക്കേ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമായിരുന്നു. പഠനത്തിനൊപ്പം മോഡലിംഗ് ചെയ്തിരുന്ന തൃഷയ്ക്ക് സിനിമാ മോഹം അത്ര വിദൂരമായിരുന്നില്ല. മിസ് ചെന്നൈ, മിസ് സേലം തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത്. ആഗ്രഹപ്രകാരം സിനിമയിലെത്തിയത് ജോഡി എന്ന ചിത്രത്തിലൂടെയാണ്. ജോഡിയിൽ സിമ്രന്റെ സുഹൃത്തായാണ് തൃഷ അഭിനയിക്കുന്നത്. അതിനുശേഷം നല്ലൊരു അവസരം ലഭിച്ചത് സൂര്യയ്ക്കൊപ്പം മൗനം പേസതേ എന്ന സിനിമയിലൂടെയാണ്. പിന്നീട് വിക്രം നായകനായി എത്തിയ സാമി ചിത്രത്തിൽ അഭിനയിച്ചു. ഭുവന എന്ന കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ലേസ ലേസ, എനിക്ക് 20, ഉനക്ക് 18, വർഷം തുടങ്ങിയ സിനിമകൾ ചെയ്തു. കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഗില്ലി. അതിനുശേഷം തൃഷ ചെയ്തതെല്ലാം മുൻനിര നായക വേഷങ്ങൾ മാത്രമാണ്. വിജയ്, സൂര്യ, അജിത്, വിക്രം, പ്രഭാസ്, വെങ്കടേഷ് തുടങ്ങിയ എല്ലാ താരങ്ങൾക്കൊപ്പവും തൃഷ അഭിനയിച്ചിട്ടുണ്ട്. 30 വയസ്സിന് ശേഷം തൃഷ വിവാഹം കഴിക്കില്ലെന്ന് മുൻപൊരിക്കൽ ചെയ്യാരു ബാലു എന്ന സിനിമാ നിരൂപകൻ പറഞ്ഞിരുന്നു. അന്നത് വിവാദമായില്ല. എന്നാൽ ഇപ്പോൾ അത് ചർച്ചയാവുകയാണ്. അഭിമുഖത്തിനിടെ ചെയ്യാരു ബാലു പറഞ്ഞത് തൃഷയുടെ പണത്തിനു വേണ്ടി താരത്തിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അമ്മയാണ് തടയുന്നതെന്നായിരുന്നു. എന്നാൽ തൃഷയുടെ അമ്മ പറഞ്ഞത് അവൾ ഒരു അഭിനേത്രിയാണെന്നും പക്ഷേ അവൾ വിവാഹം ചെയ്യണമെന്നും കുട്ടികളെ വളർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടെന്നതായിരുന്നു. ഉടൻ തന്നെ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുമെന്നായിരുന്നു അന്ന് അമ്മ പറഞ്ഞത്. അതിനുശേഷം പ്രശസ്ത നിർമ്മാതാവും കോടീശ്വരനുമായ വരുൺ മനിയനുമായി വിവാഹ നിശ്ചയവും നടന്നു. എന്നാൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല. മാതാപിതാക്കൾ തീരുമാനിച്ച പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. മുതിർന്നവർ തന്നെയാണ് ഈ വിവാഹം മുടക്കിയതുമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൃഷയുടെ അമ്മ സംസാരിച്ചത്. ചെയ്യാരു ബാലു പറയുന്നത് തൃഷയും തെലുങ്ക് നടൻ റാണ ബഗുവാട്ടിയയും ലിവ് ഇൻ ടുഗദർ റിലേഷൻഷിപ്പിലാണെന്നാണ്. പൊതുവെ ബോളിവുഡ് ആക്ടേഴ്സിന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല. എന്തു തീരുമാനമാണെങ്കിലും അവർ കുടുംബം ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നത്. അങ്ങനെ റാണയിൽ നിന്ന് തൃഷയെ പൂർണ്ണമായും അകറ്റുകയും തെലുങ്ക് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിപ്പിച്ചു എന്നാണ് ചെയ്യാരു ബാലു പറയുന്നത്. ഇളയ ദളപതി വിജയുടെ നായികയായി ലിയോ എന്ന സിനിമയിൽ അഭിനയിച്ചതടക്കം തൃഷയുടെ 2ാം ഇന്നിംഗ്സ് വിജയമാണെന്ന് തന്നെ പറയാം. ഒന്ന് തിരിയുമ്പോൾ ഒന്ന് എന്ന നിലയിൽ തുടർച്ചയായി സിനിമകളിൽ അഭിനയിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നടി. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ അവിവാഹിതയായി നടി തുടരുന്നു എന്നതാണ് തൃഷയെ നിരന്തരം വാർത്തകളിൽ ഇപ്പോൾ നിറയ്ക്കുന്നത്.